ബിസിനസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ദുബായ്. നിക്ഷേപം നടത്തിയാൽ അതിന് ഇരട്ടിയാണ് ദുബായ് വാഗ്ദാനം ചെയ്യുന്നത്. ഇത്രയേറെ സാധ്യതകളുണ്ടെങ്കിലും ബിസിനസിന്റെ പേരിലുള്ള തട്ടിപ്പും ഇവിടെ ഏറെയാണ്. ദുബായിൽ ബിസിനസ് അഥവാ ദുബായിൽ നിക്ഷേപം എന്ന സ്വപ്നവും പേറി നടക്കുന്ന ഓരോരുത്തരും കാണുകയും അവരവർക്ക് പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സോ അഥവാ നിക്ഷേപമോ ചെയ്യുക എന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. ദുബായ് ബിസിനസ് അല്ലെങ്കിൽ നിക്ഷേപം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൂടിയാണ്. യുഎയിൽ ഏറ്റവും അധികം ആളുകൾ നിക്ഷേപം നടത്തുന്നതും ബിസിനസ് നടത്തുന്നതും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ്. യുഎയിൽ 7 എമിറേറ്റുകളാണുള്ളത്. അജ്മാൻ, ഷാർജ, ഉമ്മുൽ കുവൈറ്റ്, റാസൽ ഖൈമ, ദുബായ്, ഫുജൈറ, അബുദാബി എന്നിവയാണ് ഈ എമിറേറ്റുകൾ. എല്ലാ എമിറേറ്റുകളിലും യുഎയിലുള്ളവർക്കും പുറത്തുള്ളവർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിൽ ഭൂമി, ഫ്ളാറ്റ്, വില്ലകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഫാമുകൾ എന്നിവ ലഭ്യമാണ്. യുഎയിലുള്ള കമ്പനികളിലെ നിക്ഷേപം, പുതിയ കമ്പനികൾ തുടങ്ങുക, യുഎയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ രാജ്യത്തുള്ളവരോ പുറത്തുള്ളവരോ നിക്ഷേപം നടത്തുന്ന രീതി. സാധാരണയായി ലോജിസ്റ്റിക് കമ്പനി, അലൂമിനിയം കമ്പനി, ട്രേഡിംഗ്, സൂപ്പർ മാർക്കറ്റ് എന്നിവയാണ് ഇത്തരത്തിൽ ആളുകൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരുന്നത്. അതേസമയം ദുബായ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും നിക്ഷേപകർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ചില നിക്ഷേപകർ ചതിയിൽപ്പെടുന്ന വാർത്തയും ഇന്ന് നിരവധിയാണ്. നിക്ഷേപം നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങുകയോ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒളിവിൽ കഴിയുകയോ ചെയ്യുന്നവരുമുണ്ട്. അവർ തെരഞ്ഞെടുക്കുന്ന ബിസിനസ് പങ്കാളികൾ നിക്ഷേപം നടത്തുന്ന രീതി, വ്യക്തമായ കരാറുണ്ടാക്കാതെ പണം നിക്ഷേപിക്കൽ, ബിസിനസ് പങ്കാളിയെ പണം രേഖകളില്ലാതെ ഏൽപ്പിക്കൽ, ബിസിനസ് പങ്കാളിയെ പൂർണ്ണമായും വിശ്വസിച്ച് ബിസിനസിന്റെ കണക്കുകൾ നോക്കാതിരിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. യുഎഇ നിയമപ്രകാരം നിങ്ങൾ ഒരു കമ്പനിയുടെ പാർട്ട്ണർ ആകുമ്പോൾ കമ്പനിയുടെ ട്രേഡ് ലൈസൻസിലും മെമ്മോറാണ്ടത്തിലും നിയമപരമായി നിങ്ങളുടെ പേരും ഓഹരിയുടെ കണക്കും വരുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. കേരളത്തിൽ ചൂട് കൂടിയതോടെ വേനൽക്കാല രോഗങ്ങളും വർദ്ധിക്കുന്നു. കരുതലും ജാഗ്രതയും അനിവാര്യമാണെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം പ്രധാനമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വെയിലേൽക്കുന്നത് വഴിവെക്കും. പകൽ നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം. ശരീരത്തിലെ ജലനഷ്ടത്തിലൂടെ നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം. ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടണം. തുടർച്ചയായി വെയിലേറ്റാൽ സൂര്യാഘാതമോ സൂര്യതാപമോ ഉണ്ടാകാനിടയുണ്ട്. വളരെ ഉയർന്ന ശരീര താപനില, വേഗത്തിലുള്ള ഹൃദയമിടിപ്പ്, വറ്റിവരണ്ട ചുവന്ന ചർമ്മം, ശക്തമായ തലവേദന, തലകറക്കം, ഓക്കാനം, ബോധക്ഷയം എന്നിവ തോന്നിയാൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർ തണലിൽ മാറി വിശ്രമിച്ച് ധാരാളം വെള്ളം കുടിക്കണം. അടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടണമെന്നും അധികൃതർ പറയുന്നു. ഇതുകൂടാതെ വേനൽക്കാല രോഗങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകണം. നേത്രരോഗങ്ങൾ, വയറിളക്ക രോഗങ്ങൾ, ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾ ചൂടുകാലത്ത് കൂടുതലായി കാണപ്പെടുന്നവയാണ്. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്. നീറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം? ഇത്രയും വിശാലമായ സിലബസിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിൽ സമയം ഫലപ്രദമായി ക്രമീകരിച്ചാൽ ആർക്കും നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാം. ഒരു റിപ്പോർട്ടിലേക്ക്. ഏതാണ്ട് 80 ദിവസമാണ് ഇനി നീറ്റ് പരീക്ഷയ്ക്കായുള്ളത്. ആ രീതിയിലാണ് പഠന സമയത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള പഠനം നല്ല രീതിയിൽ തന്നെ മുൻപിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അവസാന ലാപ്പിലുള്ള ഓട്ടത്തിലാണ്. നമ്മൾക്കിവിടെ പാഴാക്കാൻ അല്പം പോലും സമയമില്ല എന്ന് ഓർമ്മിക്കുക. നിലവിലുള്ള തയ്യാറെടുപ്പിനെ വിശകലനം ചെയ്യണം. പുതിയ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിന് നിലവിലുള്ള തയ്യാറെടുപ്പ് ഏത് രീതിയിലാണ്, എവിടെ വരെ എത്തിയെന്ന് വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ്. തീവ്ര പഠനമാണ് ഇനി വേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിലെ നമ്മുടെ ഇതുവരെയുള്ള ശക്തിയും അതുപോലെ തന്നെ ബലഹീനതയും ഏതെല്ലാമാണെന്ന് വിലയിരുത്തണം. നന്നായി പഠിച്ച ഭാഗങ്ങൾ ഏതെല്ലാമാണ്, കൂടുതൽ മികവ് പുലർത്തുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണ്, ഇനി കൂടുതൽ ശ്രദ്ധ ആവശ്യമായ ഭാഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് തിരിച്ചറിയുക. ഇത് വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനും അതിനനുസരിച്ച് സമയം ക്രമീകരിക്കുന്നതിനും സഹായകരമാകും. കൂടാതെ യാഥാർത്ഥ്യബോധമുള്ളതും സന്തുലിതവുമായ ഒരു പഠന പദ്ധതിയും തയ്യാറാക്കണം. സിലബസിന്റെ എല്ലാ ഭാഗവും ആധികാരികമായി തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രധാനമാണ്. ഇതിന് ശാസ്ത്രീയമായ ഒരു ടൈം ടേബിളിന് രൂപം നൽകണം. പഠനക്രമം ഇനിയുള്ള 80 ദിവസങ്ങളെ അടിസ്ഥാനമാക്കി വിഭജിക്കാം. ആദ്യത്തെ 42 ദിവസം ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ റിവേഴ്സ് ചെയ്യുകയും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ആശയക്കുഴപ്പമില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കുകയും ചെയ്യുക. ഈ ഘട്ടത്തിൽ സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്.
അങ്ങനെ വരികയാണെങ്കിൽ അതത് സമയങ്ങളിൽ തന്നെ അതത് വിഷയങ്ങളിലെ അധ്യാപകരുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പമില്ലാത്ത രീതിയിൽ സംശയ നിവാരണം നടത്തണം. അടുത്ത 14 ദിവസങ്ങൾ മോക്ക് ടെസ്റ്റുകൾക്കും തീവ്ര പരിശീലനത്തിനുമുള്ള സമയമാണ്. കൂടാതെ അവസാനത്തെ 14 ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ അതിവേഗം പുനരവലോകനം ചെയ്യുകയും അവസാന ഘട്ടത്തെ ഓർമ്മ പുതുക്കൽ നടത്തുകയും ചെയ്യേണ്ട സമയമാണ്. ദിവസേനയുള്ള പഠനം എങ്ങനെ ക്രമീകരിക്കണം എന്നതിനും ഒരു പദ്ധതി ഉണ്ടാവുന്നത് നല്ലതാണ്. നിർദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന വിഷയങ്ങൾക്കനുസരിച്ച് മാറ്റി ക്രമീകരിക്കാവുന്നതാണ്. 6 മുതൽ 7 വരെയുള്ള സമയങ്ങളിൽ മുൻപുള്ള വിഷയങ്ങളിൽ റിവിഷൻ നടത്തണം. 7 മുതൽ 9 മണി വരെ ബയോളജിയിലെ ന്യൂ കോൺസെപ്റ്റുകൾ പഠിക്കണം. 9 മുതൽ 9:30 വരെ ബ്രേക്ക്. 9:30 മുതൽ 11:30 വരെ ഫിസിക്സിലെ കോൺസെപ്റ്റുകളാണ് പഠിക്കേണ്ടത്. 11:30 മുതൽ 12:30 വരെ ഫിസിക്സും ബയോളജിയിലെയും MCQ പ്രാക്ടീസ് ചെയ്യുക. 12:30 മുതൽ 1:30 വരെ ലഞ്ച് ടൈമും റെസ്റ്റുമാണ്. തുടർന്ന് 1:30 മുതൽ 3:30 വരെ വീണ്ടും കെമിസ്ട്രി പഠനം. തുടർന്ന് 3:30 മുതൽ 4 വരെ ബ്രേക്ക്. 4 മുതൽ 6 വരെ മുൻപുള്ള ചോദ്യപേപ്പറുകളിൽ മോക്ക് ടെസ്റ്റുകൾ നടത്താം. കൂടാതെ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും റിലാക്സേഷനും വേണ്ടി 6 മുതൽ 7 വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താം. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്ന വിഷയങ്ങളിലുള്ള റിവിഷൻ 7 മുതൽ 9 വരെയുള്ള സമയത്തിൽ നടത്താം. 9 മുതൽ 9:30 വരെ ഡിന്നറിനായുള്ള സമയമാണ്. കൂടാതെ ഫ്ലാഷ് കാർഡിനും ഫോർമുല റിവിഷനും വേണ്ടി 9:30 മുതൽ രാത്രി 10:30 വരെയുള്ള സമയം ഉപയോഗപ്പെടുത്താം. 10:30 ഉറക്കത്തിനുള്ള സമയം. നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നടത്തുന്ന തെറ്റായ 2 പ്രവണതകളാണ് ഉറക്കമൊഴിച്ചുള്ള പഠനവും ഭക്ഷണവും വിശ്രമവും ഒഴിവാക്കിക്കൊണ്ടുള്ള പഠനവും. ഉറക്കമൊഴിച്ച് പഠിച്ചാൽ അധിക നേരം പഠിക്കാം, കൂടുതൽ പഠിക്കാമെന്നാണ് പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത്. എന്നാൽ ഈ പതിവ് വിദ്യാർത്ഥികളുടെ ആരോഗ്യം, ഓർമ്മശക്തി എന്നിവയെല്ലാം ദോഷകരമായി ബാധിക്കും. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്. സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഒരു വിവാഹ പരസ്യത്തെക്കുറിച്ചാണ് ഇനി. 500 കോടിയിലധികം സ്വത്തുള്ള കുടുംബം മകൾക്കായി വരനെ തേടുന്നു എന്നതാണ് പരസ്യം. പരസ്യം വൈറലായതോടെ നിരവധി പ്രതികരണങ്ങളും എത്തിയിട്ടുണ്ട്. പലതരം വിവാഹ പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, ജോലി, ജാതി, മതം, വയസ്സ് എന്നിങ്ങനെ വിവിധ മുൻഗണനകളാകും ഇത്തരം പരസ്യങ്ങളിൽ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ഒരു വിവാഹ പരസ്യമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. 500 കോടിയിലധികം സ്വത്തുള്ള കുടുംബം മകൾക്കായി വരനെ തേടുന്നുവെന്ന രീതിയിലുള്ള പരസ്യമാണ് പ്രചരിക്കുന്നത്. 500 കോടിയിലധികം വിപണി മൂല്യമുള്ള മുംബൈ ആസ്ഥാനമായ ബിസിനസ് കുടുംബം 28-കാരിയായ മകൾക്കായി മാർവാരി, ഗുജറാത്തി വിഭാഗത്തിൽപ്പെടുന്ന അനുയോജ്യരായ പുരുഷന്മാരെ തേടുന്നു എന്നാണ് പരസ്യത്തിന്റെ ഉള്ളടക്കം. പരസ്യം വൈറലായതോടെ നിരവധി പ്രതികരണങ്ങളാണ് വരുന്നത്. പരസ്യം തട്ടിപ്പാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. അതിസമ്പന്നരായ കുടുംബത്തിന് എന്തിനാണ് ഇത്തരത്തിലൊരു വിവാഹ പരസ്യം നൽകേണ്ട ആവശ്യമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 500 കോടി ആസ്തിയുള്ള കുടുംബം 5 രൂപ വിലയുള്ള പത്രത്തിൽ പരസ്യം കൊടുക്കുമെന്ന് കരുതുന്നില്ല എന്നും മറ്റുള്ളവർ പറയുന്നു. എന്തായാലും സോഷ്യൽ ഇടത്ത് ഇത് വൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.